ഓം ശാന്തി 7-9-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം സദാ തുറന്നിരിക്കുകയാണെങ്കിൽ സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകും. സദാ അതിരുകവിഞ്ഞ സന്തോഷവും ഉണ്ടാകും. ചോദ്യം: ഈ സമയത്ത് മനുഷ്യരുടെ കണ്ണുകൾ വളരെ ബലഹീനമാണ്. അതിനാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബ പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. അവർക്ക് ദൂരെ നിന്ന് തന്നെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കണം. ഈ സൃഷ്ടിചക്രത്തിന്റെ ചിത്രം വളരെ വലുതായിരിക്കണം. ഇത് അന്ധരുടെ മുന്നിലെ കണ്ണാടിയാണ്. ചോദ്യം: മുഴുവൻ ലോകത്തെയും സ്വച്ഛമാക്കുന്നതിൽ നിങ്ങളുടെ സഹായിയാവുന്നത് ആരാണ്? ഉത്തരം: ഈ പ്രകൃതിക്ഷോഭങ്ങൾ നിങ്ങളുടെ സഹായിയാവുന്നു. ഈ പരിധിയില്ലാത്ത ലോകത്തിന്റെ ശുദ്ധീകരണത്തിനായി തീർച്ചയായും ഒരു സഹായി വേണം. ഓം ശാന്തി. ബാബയിൽ നിന്നും ഒരു സെക്കൻഡിൽ സമ്പത്ത് അഥവാ ജീവൻ മുക്തി ലഭിക്കുന്നു എന്ന പാട്ടുമുണ്ട്. ബാക്കി എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ത്രിമൂർത്തികളുടെയും ചക്രത്തിന്റെയും ചിത്രമുണ്ടല്ലോ. ഇതാണ് മുഖ്യം. ഇത് വളരെ വലുതായിരിക്കണം. അന്ധന്മാർക്ക് അവർക്ക് വളരെ നന്നായി കാണാൻ കഴിയുന്നതിന് വലിയ കണ്ണാടി വേണം. എന്തെന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ച ബലഹീനമാണ്. ബുദ്ധി കുറവാണ്. ബുദ്ധി എന്ന് പറയുന്നത് മൂന്നാമത്തെ നേത്രത്തെയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. സന്തോഷത്താൽ ആർക്കാണോ രോമാഞ്ചമുണ്ടാകാത്തത് അവർ ശിവബാബയെ ഓർമ്മിക്കുന്നില്ല. അതിനാൽ പറയും, ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം അല്പം തുറന്നു, മിഴി പൂർണമായി തുറന്നിട്ടില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ആർക്കാണെങ്കിലും വളരെ ഷോർട്ടായി മനസ്സിലാക്കി കൊടുക്കണം. വലിയ വലിയ മേളകൾ ഉണ്ടാകാറുണ്ട്. കുട്ടികൾക്കറിയാം, സേവനം ചെയ്യുന്നതിന് ഒരു ചിത്രം തന്നെ ധാരാളമാണ്. ചക്രത്തിന്റെ ചിത്രമാണ് ഉള്ളത് എങ്കിലും കുഴപ്പമില്ല. ബാബ ഡ്രാമ, പിന്നെ വൃക്ഷത്തിന്റെ അഥവാ കൽപ്പവൃക്ഷത്തിന്റെയും 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി കൊടുക്കണം. ബ്രഹ്മാവിലൂടെ ബാബയിൽ നിന്ന് ഈ സമ്പത്ത് ലഭിക്കുന്നു. ഇതും വളരെ നല്ല രീതിയിൽ വ്യക്തമാണ്. ഈ ചിത്രത്തിൽ എല്ലാം വരുന്നുണ്ട്. മറ്റു ചിത്രങ്ങളുടെ ആവശ്യമേ ഇല്ല. ഈ 2 ചിത്രങ്ങൾ വളരെ വലിയ അക്ഷരങ്ങളിലായിരിക്കണം. എഴുത്തും ഉണ്ടായിരിക്കണം. ജീവൻ മുക്തി ഗോഡ് ഫാദറിൽ നിന്നുള്ള ജന്മ അവകാശമാണ്. വിനാശത്തിനു മുൻപേ അത് പ്രാപ്തമാക്കൂ. വിനാശവും തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും. ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് സ്വയം എല്ലാം മനസ്സിലാക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം പോലും വരില്ല. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് ഈ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഇത് പൂർണമായും പക്ക ആയി ഓർമ്മയുണ്ടാകണം. പക്ഷെ മായ നിങ്ങളിൽ നിന്ന് മറപ്പിക്കും. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാട്ടുമുണ്ടല്ലോ, വളരെയധികം സമയം കഴിഞ്ഞുപോയി. ഇതിന്റെ അർത്ഥം ഈ സമയത്തെയാണ്. ബാക്കി കുറച്ചു സമയമേ ഉള്ളൂ. സ്ഥാപന നടക്കുന്നുണ്ട്. വിനാശത്തിന് അല്പം സമയം ബാക്കിയുണ്ട്. അല്പത്തിലും അല്പം സമയം ബാക്കിയുണ്ട്. പിന്നീട് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഉണരുന്നില്ല. അവസാന സമയത്ത് ഉണരും. കണ്ണുകൾ വലുതായിക്കൊണ്ടിരിക്കും. ഈ കണ്ണുകളല്ല ബുദ്ധിയുടെ കണ്ണ്. ചെറിയ ചെറിയ ചിത്രങ്ങളിൽ നിന്ന് ഇത്ര രസം തോന്നില്ല. വലുത് രസം തോന്നും. സയൻസും എത്ര സഹായിക്കുന്നു. വിനാശത്തിൽ തത്വങ്ങളും സഹായിക്കും.
ഒരു അണ പോലും ചിലവിടാതെ നിങ്ങൾക്ക് എത്ര സഹായം നൽകുന്നു. നിങ്ങൾക്ക് വേണ്ടി പൂർണമായും വൃത്തിയാക്കി തരുന്നു. ഇത് തീർത്തും മോശമായ ലോകമാണ്. അജ്മീറിൽ സ്വർഗത്തിന്റെ ഓർമ്മ ചിഹ്നമുണ്ട്. ഇവിടെ ദിൽവാഡ ക്ഷേത്രത്തിൽ സ്ഥാപനയുടെ ഓർമ്മ ചിഹ്നമുണ്ട്. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾ വിവേകശാലികളായിരിക്കുന്നു. മനുഷ്യർ പറയാറുണ്ട്, ഞങ്ങൾക്കറിയില്ല വിനാശമുണ്ടാകുമോ എന്ന്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കഥയുണ്ടല്ലോ, സിംഹം വന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അംഗീകരിച്ചില്ല. ഒരു ദിവസം വന്ന് എല്ലാ പശുക്കളെയും തിന്നു. നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പഴയ ലോകം നശിച്ചിരിക്കുന്നു. വളരെയധികം നശിച്ചു കഴിഞ്ഞു, കുറച്ചേ ബാക്കിയുള്ളൂ. ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആത്മാവാണ് ധാരണ ചെയ്യുന്നത്. ബാബയുടെ ആത്മാവിലും ജ്ഞാനമുണ്ട്. ബാബ എപ്പോഴാണോ ശരീരം ധാരണ ചെയ്യുന്നത്, അപ്പോൾ ജ്ഞാനം നൽകുന്നു. തീർച്ചയായും ബാബയിൽ ജ്ഞാനമുണ്ട്. അതിനാലല്ലേ ജ്ഞാനസാഗരനായ ഈശ്വരീയ പിതാവ് എന്ന് പറയുന്നത്. ബാബയ്ക്ക് മുഴുവൻ വിശ്വത്തിന്റെയും ആദി മധ്യ അന്ത്യത്തെ അറിയാം. സ്വയം തന്നെത്താൻ അറിയുമല്ലോ. പിന്നെ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, അതും ജ്ഞാനമാണ്. അതിനാൽ ഇംഗ്ലീഷിൽ നോളജ്ഫുൾ എന്ന പദം വളരെ നല്ലതാണ്. മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷത്തിന്റെ ബീജരൂപമാണ്. അതിനാൽ ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങളിത് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. ശിവബാബ ജ്ഞാനസാഗരം തന്നെയാണ്. ഇത് വളരെ നല്ല രീതിയിൽ ബുദ്ധിയിൽ ഉണ്ടാകണം. എല്ലാവരുടെ ബുദ്ധിയിലും ഒരുപോലെയാണ് ധാരണയാകുന്നത് എന്നല്ല. തീർച്ചയായും എഴുതുന്നുമുണ്ട്, പക്ഷെ ധാരണ ആകുന്നില്ല. പേരിന് എഴുതുന്നു, ആരോടും പറയാൻ കഴിയുന്നില്ല. കേവലം കടലാസിനോട് പറയുന്നു. കടലാസ് എന്തു ചെയ്യും? കടലാസിൽ നിന്ന് ആരും മനസ്സിലാക്കില്ല. ഈ ചിത്രത്തിൽ നിന്നും വളരെ നന്നായി മനസ്സിലാക്കും. വലുതിലും വലിയ ജ്ഞാനമാണ്. അതിനാൽ വലിയ വലിയ അക്ഷരങ്ങളിലായിരിക്കണം. വലുതിലും വലിയ ചിത്രം കണ്ട് മനുഷ്യർ മനസ്സിലാക്കും, തീർച്ചയായും ഇതിലെന്തോ സാരം അടങ്ങിയിട്ടുണ്ട്. സ്ഥാപനയും വിനാശവും എന്ന് എഴുതിയിട്ടുണ്ട്. രാജധാനിയുടെ സ്ഥാപന ഇത് ഈശ്വരീയ പിതാവിൽ നിന്നുള്ള ജന്മ അവകാശമാണ്. ജീവൻ മുക്തി ഓരോ കുട്ടിക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ കുട്ടികളുടെ ബുദ്ധി പ്രവർത്തിക്കണം. എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ഇവിടെ ജീവൻ ബന്ധനത്തിൽ നിന്ന് ജീവൻ മുക്തിയിലേക്ക് എങ്ങനെ കൊണ്ടുവരും? ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകും, പിന്നെ സുഖധാമത്തിലേക്ക് വരും. സുഖധാമത്തെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഈ ചിത്രം പ്രധാനമായും വലുതിലും വലുതായി ഉണ്ടാക്കണം. മുഖ്യമായ ചിത്രമല്ലേ? വളരെ വലിയ വലിയ അക്ഷരങ്ങളാണെങ്കിൽ മനുഷ്യർ പറയും, ബി.കെ. ഇത്രയും വലിയ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. തീർച്ചയായും എന്തോ ജ്ഞാനമുണ്ട്. അതിനാൽ എല്ലായിടത്തും നിങ്ങളുടെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ ചോദിക്കും, ഇതെന്താണ്? പറയൂ, ഇത്രയും വലിയ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി നിർമ്മിച്ചതാണ്. ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പരിധിയില്ലാത്ത സമ്പത്ത് ഇവർക്കുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇന്നവർ ഇല്ല. എന്തുകൊണ്ടെന്നാൽ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വന്നു. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുക തന്നെ വേണം. ജ്ഞാനവും ഭക്തിയും പൂജ്യരും പൂജാരിയും ഇത് കളിയല്ലേ? പകുതി പകുതിയായി മുഴുവൻ കളിയും ഉണ്ടാക്കിയിരിക്കുന്നു. അതിനാൽ ഇങ്ങനെയുള്ള വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള
ധൈര്യം വേണം. സേവനം ചെയ്യുന്നതിനും താൽപര്യം വേണം. ഡൽഹിയിലാണെങ്കിൽ ഓരോ കോണിലും സേവനം ചെയ്യണം. മേളകളിലേക്ക് അനേക പേർ പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ചിത്രം ഉപയോഗപ്പെടും. ത്രിമൂർത്തികളും ചക്രവും ഇതാണ് മുഖ്യം. ഇത് വളരെ നല്ല സാധനമാണ്. അന്ധരുടെ മുന്നിലെ കണ്ണാടിയാണ്. അന്ധരെ പഠിപ്പിക്കാറുണ്ട്. പഠിക്കുന്നത് ആത്മാവല്ലേ? പക്ഷെ ആത്മാവിന്റെ കർമ്മേന്ദ്രിയങ്ങൾ ചെറുതാണ്. അതിനാൽ അവരെ പഠിപ്പിക്കുന്നതിനായി ചിത്രം മുതലായവ കാണിക്കുന്നു. പിന്നീട് കുറച്ചുകൂടി വലുതാകുമ്പോൾ ലോകത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് അത് മുഴുവൻ ബുദ്ധിയിൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ഡ്രാമയുടെയും ചക്രമുണ്ട്. ഇത്രയും ധർമ്മങ്ങൾ മുഴുവനുമുണ്ട്. എങ്ങനെയാണ് നമ്പർ വൈസായി വരുന്നത്? പിന്നീട് തിരിച്ചു പോകുന്നു. അവിടെ ഒരേ ഒരു ആദി സനാതന ദേവീദേവത ധർമ്മമാണ് ഉള്ളത്. അതിനെയാണ് സ്വർഗം അഥവാ ഹെവൻ എന്ന് പറയുന്നത്. ബാബയുമായി യോഗം വയ്ക്കുന്നതിലൂടെ ആത്മാവ് പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു. ഭാരതത്തിന്റെ പ്രാചീന യോഗം വളരെ പ്രശസ്തമാണ്. യോഗം അർത്ഥം ഓർമ്മ. ബാബയും പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഇത് പറയേണ്ടി വരുന്നു. ലൗകിക പിതാവിന് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയേണ്ടി വരുന്നില്ല. കുട്ടികൾ സ്വതവേ അമ്മേ അച്ഛാ എന്ന് വിളിക്കാൻ തുടങ്ങും. അത് ലൗകിക മാതാപിതാക്കളാണ്. ഇത് പാരലൗകിക പിതാവാണ്. അങ്ങയുടെ കൃപയാൽ അളവില്ലാത്ത സുഖം ലഭിച്ചു എന്ന് അച്ഛനെക്കുറിച്ച് പാടുന്നുമുണ്ട്. ആർക്കാണോ ദുഃഖമുള്ളത് അവരാണ് പാടുന്നത്. സുഖത്തിലിരിക്കുമ്പോൾ പറയേണ്ട ആവശ്യമേ ഇല്ല. ദുഃഖത്തിലാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത് മാതാപിതാവാണ്. ബാബ പറയാറില്ലേ, ദിനം പ്രതിദിനം നിങ്ങൾക്ക് ഗൂഹ്യമായ രഹസ്യങ്ങൾ കേൾപ്പിക്കും. മാതാപിതാവ് എന്ന് ആരെയാണ് പറയുന്നത് എന്ന് മുൻപ് അറിയാമായിരുന്നോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, പിതാവ് എന്ന് ബാബയെയാണ് വിളിക്കുന്നത്. ബ്രഹ്മാവിലൂടെ പിതാവിൽ നിന്ന് സമ്പത്ത് ലഭിക്കും. മാതാവും വേണമല്ലോ, കാരണം അവരിലൂടെ വേണം കുട്ടികളെ ദത്തെടുക്കാൻ. ഈ കാര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. അതിനാൽ ബാബ മിനിറ്റിന് പറയുകയാണ്, മധുരമധുരമായ മക്കളെ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ലക്ഷ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ. വിദേശത്തേക്കും പൊയ്ക്കോളൂ. 7 ദിവസത്തെ കോഴ്സ് തന്നെ ധാരാളമാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കുക തന്നെ വേണം. ഓർമ്മയിലൂടെയേ ആത്മാവ് പാവനമാകൂ. സ്വർഗത്തിന്റെ അധികാരിയായി മാറും. ഈ ലക്ഷ്യം ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ പിന്നെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. ഗീതയുടെ മുഴുവൻ ജ്ഞാനവും ഈ ബാഡ്ജിലുണ്ട്. എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണമെങ്കിൽ തീർച്ചയായും ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ അനേകം തവണ ബാബയിൽ നിന്ന് ഈ സമ്പത്ത് നേടിയിട്ടുണ്ട്. ഡ്രാമയുടെ ചക്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. അനേക തവണ നിങ്ങൾ ടീച്ചറിൽ നിന്ന് പഠിച്ച് എന്തെങ്കിലും പദവി നേടുന്നു. പഠിപ്പിൽ ബുദ്ധിയോഗം ടീച്ചറുമായി വയ്ക്കണം. പരീക്ഷ ചെറുതോ വലുതോ ആവട്ടെ, പഠിക്കുന്നത് ആത്മാവല്ലേ? ഇവരുടെ ആത്മാവും പഠിക്കുന്നുണ്ട്. ടീച്ചറെയും പിന്നെ പ്രധാന ലക്ഷ്യത്തെയും ഓർമ്മ വയ്ക്കണം. സൃഷ്ടിയുടെ ചക്രത്തെയും ബുദ്ധിയിൽ വയ്ക്കണം. അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. എത്രത്തോളം ധാരണ ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കും.
നല്ല രീതിയിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമെന്താണ്? പക്ഷെ എന്നിട്ടും വരുന്നു. ആരിൽ നിന്നാണോ ഇത്രയും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്, ആ ശ്രേഷ്ഠനായ ബാബയെ കാണാൻ വരണമല്ലോ. മന്ത്രം കൊണ്ട് എല്ലാവരും വരുന്നു. നിങ്ങൾക്ക് വളരെ വലിയ മന്ത്രമാണ് ലഭിക്കുന്നത്. മുഴുവൻ ജ്ഞാനവും നല്ല രീതിയിൽ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, വിനാശിയായ സമ്പാദ്യത്തിന് പിന്നാലെ കൂടുതൽ സമയം വ്യർത്ഥമാക്കാൻ പാടില്ല. അതെല്ലാം മണ്ണിൽ കലരാനുള്ളതാണ്. ബാബയ്ക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എന്തെങ്കിലും ചിലവുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് തനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ കാലണയുടെ ചെലവില്ല. യുദ്ധം ചെയ്യാനായി പീരങ്കിയും ടാങ്കും ഒന്നും വാങ്ങുന്നില്ല. നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടും മുഴുവൻ ലോകത്തിൽ നിന്നും ഗുപ്തമാണ്. നിങ്ങളുടെ യുദ്ധം എങ്ങനെ കാണാനാണ്? ഇതിനെ യോഗബലം എന്നാണ് പറയുന്നത്. മുഴുവൻ കാര്യങ്ങളും ഗുപ്തമാണ്. ഇതിലാരെയും വധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കേവലം ബാബയെ ഓർമ്മിക്കണം. ഇവർ എല്ലാവരുടെയും മരണം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഓരോ 5000 വർഷങ്ങൾക്കും ശേഷം നിങ്ങൾ യോഗബലം സമ്പാദിക്കാനായി പഠിപ്പ് പഠിക്കും. പഠിപ്പ് പൂർത്തിയായാൽ പ്രാലബ്ധം പുതിയ ലോകത്തിൽ വേണം. പഴയ ലോകത്തിനായി ഈ പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. പാട്ടുമുണ്ടല്ലോ, തന്റെ കുലത്തിന്റെ വിനാശം എങ്ങനെ ചെയ്യുന്നു എന്ന്. എത്ര വലിയ കുലമാണ്! മുഴുവൻ യൂറോപ്പും വരും. ഈ ഭാരതം വേറൊരു കോണിലാണ്. ബാക്കി എല്ലാവരും അവസാനിക്കും. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിലും വിജയം നേടുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ പവിത്രമായും മാറണം. അവിടെ വികാരി ദൃഷ്ടി ഉണ്ടാകില്ല. മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. തന്റെ ദേശത്തിന് അടുത്തെത്തുമ്പോൾ വൃക്ഷങ്ങൾ കണ്ണിൽ പെടുമല്ലോ, അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ തന്റെ വീട്ടിനടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നീട് തന്റെ സുഖധാമത്തിലേക്ക് വരും. ബാക്കി കുറച്ചു സമയമേ ഉള്ളൂ. സ്വർഗത്തോട് വിട പറഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പോൾ വീണ്ടും സ്വർഗം അടുത്തു വരികയാണ്. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്ക് പോകും. അത് നിരാകാരി ലോകമാണ്. അതിനെ ബ്രഹ്മാണ്ടം എന്നും പറയും. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. ഇവിടെ 84ന്റെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. നിങ്ങൾ കുട്ടികൾ ഓൾറൗണ്ടേഴ്സ് ആണ്. ആരംഭം മുതൽ പൂർണമായി 84 ജന്മങ്ങൾ എടുക്കുന്നവരാണ്. വൈകി വരുന്നവരെ ഓൾറൗണ്ടർ എന്ന് പറയില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവുമായി എത്ര ജന്മങ്ങൾ എടുക്കാം? ഒരു ജന്മം വരെ എടുക്കാം. അവസാന സമയത്ത് എല്ലാവരും തിരിച്ചു പോകും. നാടകം പൂർത്തിയായി, കളി കഴിഞ്ഞു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, എന്നെ ഓർമ്മിക്കൂ. അന്തിമ മനം പോലെ ഗതിയുണ്ടാകും. ബാബയുടെ അടുത്ത് പരംധാമത്തിലെത്തും. അതിനെ മുക്തിധാമം, ശാന്തിധാമം എന്ന് പറയുന്നു. പിന്നീടാണ് സുഖധാമം. ഇത് ദുഃഖധാമമാണ്. മുകളിൽ നിന്ന് വന്ന് ഓരോരുത്തരും സതോ പ്രധാനം, പിന്നെ സതോ, രജോ, തമോ ആയി മാറും. ഒരു ജന്മമേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ ഈ 4 സ്റ്റേജും ഉണ്ടാകും. ഇരുന്ന് എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ടും ഓർമ്മിക്കുന്നില്ല. ബാബയെ മറന്നുപോകുന്നു. നമ്പർ വൈസ് ആണല്ലോ. കുട്ടികൾക്കറിയാം, നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് രുദ്രമാല ഉണ്ടാകുന്നത്. എത്ര കോടികളുടെ രുദ്രമാലയാണ്!
പരിധിയില്ലാത്ത വിശ്വത്തിന്റെ മാലയാണിത്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവാകുന്നത്. വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവാകുന്നതും. രണ്ടുപേരുടെയും വംശം നാമം നോക്കൂ. ഇത് പ്രജാപിത ബ്രഹ്മാവിന്റെ പേരാണ്. പിന്നീട് പകുതി കൽപ്പത്തിലേക്ക് രാവണൻ വരുന്നു. ദൈവിക രാജധാനി, പിന്നീട് ഇസ്ലാമിസം. ആദാം ബീബിയെയും ഓർമ്മിക്കുന്നുണ്ട്, സ്വർഗത്തെയും ഓർമ്മിക്കുന്നുണ്ട്. ഭാരതം പാരഡൈസ് അഥവാ സ്വർഗമായിരുന്നു. കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. പരിധിയില്ലാത്ത ബാബ, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, ഉയർന്നതിലും ഉയർന്ന പഠിപ്പ് പഠിപ്പിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന പദവി ലഭിക്കുന്നു. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ടീച്ചർ ബാബയാണ്. ബാബ ടീച്ചറുമാണ്, പിന്നെ കൂടെ കൊണ്ടുപോകുന്ന സദ്ഗുരുവുമാണ്. ഇങ്ങനെയുള്ള ബാബ എന്തുകൊണ്ട് ഓർമ്മയിൽ നിൽക്കില്ല? സന്തോഷത്തിന്റെ അതിര് കവിഞ്ഞിരിക്കണം. പക്ഷെ യുദ്ധത്തിന്റെ മൈതാനമാണ്. മായ നിലനിൽക്കാൻ അനുവദിക്കുന്നില്ല. മിനിറ്റിന് മിനിറ്റിന് വീണുപോകുന്നു. ബാബ പറയുന്നുണ്ട്, കുട്ടികളെ, ഓർമ്മയിലൂടെയേ നിങ്ങൾ മായാജീത്തായി മാറൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ അതിനെ പ്രാവർത്തികമാക്കണം. കടലാസിൽ കുറിച്ചുവെച്ചാൽ മാത്രം പോരാ. വിനാശത്തിന് മുൻപ് ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്ത പദവി പ്രാപ്തമാക്കണം. 2. തന്റെ സമയത്തെ വിനാശിയായ സമ്പാദ്യത്തിന് പിന്നാലെ അധികം വ്യർത്ഥമാക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം മണ്ണിൽ കലരാനുള്ളതാണ്. അതിനാൽ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പാദ്യം നേടണം. ഒപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. വരദാനം: യോഗബലത്തിലൂടെ മായയുടെ ശക്തിക്ക് മേൽ വിജയം പ്രാപ്തമാക്കുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ. ജ്ഞാനബലവും യോഗബലവും ഏറ്റവും ശ്രേഷ്ഠമായ ബലമാണ്. സയൻസിന്റെ ശക്തി അന്ധകാരത്തെ അകറ്റി പ്രകാശം പരത്തുന്നതുപോലെ യോഗബലം സദാകാലത്തേക്ക് മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കി വിജയിയാക്കി മാറ്റുന്നു. യോഗബലം ഇത്രയും ശ്രേഷ്ഠ ബലമാണ്. അതിന്റെ മുന്നിൽ മായയുടെ ശക്തി ഒന്നുമേ അല്ല. യോഗബലമുള്ള ആത്മാക്കൾ സ്വപ്നത്തിൽ പോലും മായയോട് തോൽക്കുകയില്ല. സ്വപ്നത്തിൽ പോലും യാതൊരു ദുർബലതയും വരിക സാധ്യമല്ല. അങ്ങനെയുള്ള വിജയത്തിന്റെ തിലകം താങ്കളുടെ മസ്തകത്തിൽ ചാർത്തിയിട്ടുണ്ട്. സ്ലോഗൻ: നമ്പർ 1 വരണമെങ്കിൽ വ്യർത്ഥം സമർത്ഥത്തിലേക്ക് പരിവർത്തനം ചെയ്യൂ. ഓം ശാന്തി.